Hello friends, welcome back. Today we are going to discuss another theory related to exchange rate. That is, exchange rate determination. What is the theory? Balance of payments theory. Very important topic. In the previous video, we already discussed two other theories related to exchange rate determination. What are they? Mint parity theory and also purchasing power parity theory. ആ രണ്ട് തിയറീസ് വാച്ച് ചെയ്തിട്ട് ഇത് നിങ്ങൾ കാണാൻ പാടുള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. റൈറ്റ്, നമുക്കൊരു എസ്സേ ടോപ്പിക് വരെ എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഈസ് ആക്ച്വലി ദിസ് തിയറി മീൻ? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഫോർ എക്സാമ്പിൾ, exchange rate is equal to rupees 80 is equal to $1. How it is determined? Now we are going to look at the balance of payments theory. That is very important. What do you mean by balance of payments? ആ ടോപ്പിക്സിന് വളരെ ഇലാബറേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് തിയറി. ആൻഡ് ഓൾസോ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ഈ തിയറി വളരെ വളരെ സിമ്പിൾ ആണ്. കുറച്ച് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാനേ ഉള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് തിയറി is also called or known as demand and supply theory of exchange rate. ഞാനിവിടെ ER എന്ന് കൊടുത്തിട്ടുണ്ട്. That means exchange rate. What is it? It is also popularly known as demand and supply theory of exchange rate. What is the reason? That is the intersection of demand for foreign currency and the supply of foreign currency curves will determine the equilibrium exchange rate. Right? ഇപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ₹80 ഈസ് റിക്വയർഡ് ടു പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ഡോളർ. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ ഡോളർ ആൻഡ് ഓൾസോ സപ്ലൈ ഓഫ് ഡോളർ ഇൻ കറൻസി മാർക്കറ്റ്. റൈറ്റ്, എപ്പോഴാണ് നമുക്ക് ഡിമാൻഡ് ഫോർ ഡോളർ എപ്പോഴാണ് ആവശ്യം ഉണ്ടാവുക? അവിടെയാണ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് വൈ ദിസ് തിയറി ഈസ് നോൺ ആസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് തിയറി. ഒരു രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ സെക്ടറിൽ വരുന്ന എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും ഉൾപ്പെടുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് എന്ത്? ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ലിസ്റ്റിംഗ് ഓഫ് റെസിപ്റ്റ്സ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ്, ആൻഡ് ഓൾസോ ലിസ്റ്റിംഗ് ഓഫ് പേയ്മെന്റ്സ്, ദാറ്റ് ഈസ് ഡെബിറ്റ്സ്. That is systematically arranged during a given period. For example, financial year that represents balance of payment. അപ്പോൾ അവിടെ ഡിമാൻഡ് ഫോർ ഡോളർ, ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഫോറിൻ കറൻസി ഡോളർ. ഡിമാൻഡ് ഫോർ ഡോളർ എപ്പോഴാണ് വരിക? ദാറ്റ് ആക്ച്വലി അറൈസസ് ഫ്രം ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്. എന്താ ഡെബിറ്റ് സൈഡ്? ബെസ്റ്റ് എക്സാമ്പിൾ ഇമ്പോർട്ട്സ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി, ദാറ്റ് ഈസ് ഡോളർ. Then supply of foreign currency എപ്പോഴാണ് ഉണ്ടാവുക? That is related to credit side of the balance of payment. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി. ഫോർ എക്സാമ്പിൾ, the supply of dollar will be increased in India when we are exporting goods and services to the rest of the world. Isn't it? That is why this theory is known as balance of payments theory. ആ balance of payments തിയറിയിൽ ക്രെഡിറ്റും ഡെബിറ്റും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി വരുന്നത്. ഡെബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വരുന്നത്. അതുകൊണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് തിയറിയെ എന്തുകൂടി വിളിക്കുന്നത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഓർ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഓക്കെ, then according to this theory, exchange rate of currency is determined by demand for dollar. ഡോളർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഫോറിൻ കറൻസി. ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഓർ സപ്ലൈ ഓഫ് ഡോളർ. ഓക്കെ, കാരണം ഇന്റർനാഷണൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഫോറിൻ കറൻസിയാണ് ഡോളർ, അമേരിക്കൻ ഡോളർ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡോളർ എന്ന് കൊടുത്തത്. അപ്പൊ ഈ തിയറി പ്രകാരം എക്സ്ചേഞ്ച് റേറ്റ്, ഫോർ എക്സാമ്പിൾ, ഒരു ഡോളറിന് 80 രൂപ എന്ന് ഡിസൈഡ് ചെയ്തത് ഡിമാൻഡ് ഫോർ ഡോളറും സപ്ലൈ ഓഫ് ഡോളറും കൂടിയാണ് എന്നാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് തിയറി പറയുന്നത്. അതുകൊണ്ടാണ് ഈ തിയറിയെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. അനദർ തിങ് ഈസ് ദാറ്റ് demand for foreign currency is generated from debit side of the balance of payment. For example, importing goods and services from abroad. Okay, then supply of foreign currency arises from credit side of the balance of payment. For example, exporting
goods and services to the rest of the world by India. Okay, നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് എന്ത് വരും? സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി വരും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഫോറിൻ കറൻസി എന്താണ് പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് വി ആക്ച്വലി ഡിമാൻഡിങ് ഫോറിൻ കറൻസി ടു മീറ്റ് ഇമ്പോർട്ട് ബിൽ ഓർ ഇമ്പോർട്ട് കോസ്റ്റ്. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. Then another thing is that that we have already discussed demand for foreign currency. Demand for foreign currency arises from debit side. This is the keyword, debit side of the balance of payment that we have discussed. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡെബിറ്റ് സൈഡിന് ഇമ്പോർട്ട്സ്. നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യും? ഡോളർ ഡിമാൻഡ് ചെയ്യും. കാരണം എന്താ? നമ്മളെ ഗാന്ധിജി ഫിഗറുള്ള ചിത്രമുള്ള ഇന്ത്യൻ റുപ്പി കൊടുത്താൽ ഫോറിൻ രാജ്യങ്ങൾ സ്വീകരിക്കില്ല. ആ ഇമ്പോർട്ട് ബില്ല് നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വി നീഡ് ഫോറിൻ കറൻസി ലൈക്ക് ഡോളർ ഓർ പൗണ്ട് സ്റ്റെർലിംഗ് ഓർ യൂറോ. Then supply of foreign currency that is generated from credit side of the balance of payment. The keyword is credit. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ത്? എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇന്ത്യന്റെ എക്സ്പോർട്സ് അതുവഴി നമുക്ക് എന്ത് കിട്ടും? ഫോറിൻ കറൻസി കിട്ടും. Now what is the equilibrium rate of exchange rate? That will decide demand for foreign currency is equal to supply of foreign currency. This is about balance of payments theory. Now we can discuss this theory by using a simple and beautiful diagram. Now look at the figure. See, OX axis we can take demand for foreign currency and supply of foreign currency. I would like to use American dollar, or here is the amount of foreign exchange. Okay, then OY axis we can see exchange rate. For example, exchange rate with respect to rupee per dollar. ഒരു ഡോളർ വാങ്ങാൻ എത്ര രൂപ വേണം അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? വെർട്ടിക്കൽ ആക്സിസിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു ഡിമാൻഡ് ഫോർ ഡോളറും സപ്ലൈ ഓഫ് ഡോളർ ആണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോളർ എന്താണ്? ഫോറിൻ കറൻസിയാണ്. ഓക്കെ, ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഫോർ ഡോളർ. ഞാൻ ഡോളറിന്റെ സിമ്പിൾ കൊടുക്കാം. Then supply curve. Supply curve എന്താണ്? അപ്വാർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, this is the supply curve. Supply curve, supply of dollar. Then what is the equilibrium exchange rate? We can simply represent like this. This is the point E, and here this is the equilibrium point. OM amount of foreign exchange, that is demand for dollar and supply of dollar or foreign currency, and this is the exchange rate. Okay, this is the exchange rate OR. Okay, ഞാൻ OR നെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ OR എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ആ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് ഞാൻ എങ്ങനെ കൊടുക്കാം? rupees 50 is equal to $1. This is the equilibrium exchange rate. ഞാനിത് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഡിമാൻഡ് ഫോർ ഡോളർ ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ഡോളർ. This point E represents equilibrium. Okay, now we can discuss disequilibrium point. Okay, that is also very important. Disequilibrium point എന്ന് പറയുന്നത് suppose exchange rate OR ൽ നിന്ന് OR1 ആയി. Okay, exchange rate increased from OR to OR1. That represents like this. Exchange rate increased from 50 to 60 is equal to $1. ഈ പ്രോസസ് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പി ആണ്. ഓക്കെ, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പി ഇൻ ടേംസ് ഓഫ് ഡോളർ. കാരണം എന്താ? ആദ്യം 6 ആയപ്പോൾ മീൻസ് ഇക്വിലിബ്രിയം E ആയപ്പോൾ ഒരു ഡോളർ വാങ്ങാൻ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി? 50 രൂപ കൊടുത്താൽ മതി. ഇപ്പൊ 50 രൂപ കൊടുക്കുന്നതിന് പകരം എത്ര രൂപ കൊടുക്കണം? ₹60 to get $1. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഇവിടെ റുപ്പി ഇൻക്രീസ്ഡ് ഫ്രം 50 to 60 എന്ന് പറയുമ്പോൾ രൂപയുടെ മൂല്യം കൂടി അപ്രീസിയേഷൻ എന്ന് പറയരുത്. ഇവിടെ എന്താണ്? 50 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പൊ എത്ര രൂപ കൊടുക്കണം? 60 is equal to $1. ഈ ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പി വരാനുള്ള കാരണം എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രകാരം പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. Okay, or we can simply say debit side of the balance of payment is greater than credit side of the balance of payment.
നമുക്ക് കിട്ടുന്ന ഫോറിൻ കറൻസി കുറവും അങ്ങോട്ട് കൊടുക്കുന്ന ഫോറിൻ കറൻസി കൂടുതലാണ്. ആ സിസ്റ്റം വരുമ്പോൾ നമ്മൾ എന്തായി, എക്സ്ചേഞ്ച് റേറ്റ് കൂടി അഥവാ രൂപയുടെ മൂല്യം കുറഞ്ഞു. ദാറ്റ് ഈസ് നമുക്കൊരു പുതിയ എക്സ്ചേഞ്ച് റേറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, this is the new exchange rate where demand curve shifted from D to D1. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഞാനൊരു ഡോട്ട് ലൈൻ ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദി D1, ഡിമാൻഡ് ഫോർ ഡോളർ D1. D1ന്റെ പ്രത്യേകത എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു, എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ്ഡ് ഫ്രം R to R1. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് തിയറി എന്ന് പറയാനുള്ള കാരണം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഇവിടെ വന്നത്? നമുക്ക് കാണാം ഡെബിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രെഡിറ്റ്. ഓക്കെ, അഥവാ BOP, ഡെഫിസിറ്റ്. ദെൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. നൗ വി ക്യാൻ സിംപ്ലി സേ ദിസ് ഈസ് ദ ന്യൂ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്, ദാറ്റ് ഈസ് E1. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്ത് കൊടുത്തു? ₹60 is equal to $1. Okay, then another case we can also write down like this. Okay, listen very carefully. Another case, this is the point. Okay, we can take here. This is the point. Here, E1. Here, E. And now we can represent this one, E2. Okay, E2 ന്റെ പ്രത്യേകത എന്താ? എക്സ്ചേഞ്ച് റേറ്റ് decreased from R to R2. Okay, R-ൽ നിന്ന് R2 ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞു. അഥവാ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ₹40 is equal to $1. ഈ കേസിന്റെ പ്രത്യേകത എന്താണ്? നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ രൂപയുടെ മൂല്യം, ഞാൻ റുപ്പീസിന്റെ സിമ്പിൾ കൊടുക്കുന്നു, ഹിയർ അപ്രീസിയേഷൻ ഓഫ് റുപ്പി. കാരണം എന്താ? 50 രൂപയായിരുന്നു ഡോളറിന് കൊടുത്തിരുന്നത്. ഇപ്പോ $1 കിട്ടാൻ we need to pay only ₹40. This process is known as appreciation. ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ് തിയറി പ്രകാരം പറയുന്നത് it is because of BOP surplus. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ആണ്, അഥവാ credit side of the balance of payment is greater than debit side of the balance of payment. Okay, രാജ്യത്ത് കൂടുതൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നു. അതുവഴി എന്താണ്? സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നു. ദെൻ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി കുറവാണ്. കാരണം നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാനാണ് എന്ത് വരിക? ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി കൂടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? പുതിയ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഇക്വിലിബ്രിയം വരാം. ദെൻ we can just draw the demand curve like this. Dot ഇട്ട് വരക്കാണ്. This is the demand curve 2, D2 for dollar. Okay, see, ഇത് ഞാനൊരു ഇക്വിലിബ്രിയം, ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അവിടെ ഡിമാൻഡ് ഫോറും സപ്ലൈ ഓഫ് ഡോളർ ഈക്വൽ ആയിരുന്നു. ദെൻ E1 ആയി ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് വന്നു. ദെൻ അപ്രീസിയേഷൻ ഓഫ് റുപ്പി കാണിക്കാൻ എന്താണ്? E2 എന്ന് പറയുന്ന ഫിഗറും നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ബാലൻസ് ഓഫ് പേയ്മെന്റ് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താ? ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസിയും സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് മോഡേൺ തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനിലെ തിയറികളിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് എന്ത്? ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഓർ ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ മനസ്സിലാക്കാൻ. ഈ തിയറി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് കറക്റ്റ് മനസ്സിലാക്കുക. അത് എക്സ്റ്റേണൽ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. റെസിപ്റ്റും പേയ്മെന്റ്സും അഥവാ ക്രെഡിറ്റും ഡെബിറ്റ് ആണ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തേക്ക് എന്താണ്? ഫോറിൻ കറൻസി കൂടുതൽ വരികയാണ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്ത് നിന്ന് ഫോറിൻ കറൻസി പുറത്തേക്ക് പോകാണ്. ഓക്കെ, ഡെബിറ്റ് കൂടാന്ന് പറയുമ്പോൾ രാജ്യത്ത് ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി കൂടാണ്. നമുക്ക് ഒരുപാട് ഫോറിൻ കറൻസി ഡിമാൻഡ് കൂടാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ രൂപയുടെ മൂല്യം കുറയും, അഥവാ ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ ഫോറിൻ കറൻസി ഒഴുകി ഇങ്ങോട്ട് വരാൻ സപ്ലൈ കൂടുകയാണെങ്കിൽ എന്താണ്? രൂപയുടെ മൂല്യം കൂടുക, അപ്രീസിയേഷൻ ആണ്, അഥവാ ക്രെഡിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെബിറ്റ് ആണ്. അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് പറഞ്ഞു, ഇക്വിലിബ്രിയം പറഞ്ഞു, ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റും ഈ തിയറി വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്രീസിയേഷൻ പറഞ്ഞു, ഡിപ്രീസിയേഷനും പറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് തിയറി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഫിഗറൊക്കെ വരച്ചിട്ട് 2-3 തവണ വരക്കുക, റിവിഷൻ നടത്തുക, എക്സാമിന് ഉഷാറായിട്ട് ചെയ്ത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.